കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലേക്ക് പോകുന്ന അവിടെ റാഗിംഗ് നടന്നത് പിറന്നാൾ ചിലവിൻ്റെ പേരിലാണെന്ന് പോലീസ്. പിറന്നാൾ ആഘോഷിക്കാൻ പണം നൽകാത്തതിനെ തുടർന്നാണ് വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ചത്. മുൻപും ക്രൂരപീഡനം നടന്നുവെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകി. പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വളരെയധികം വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത്യന്തം ജാഗരൂകതയോടുകൂടി വിഷയം കൈകാര്യം ചെയ്യണമെന്ന് ബന്ധപ്പെട്ട അധികാരികളെ, വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് പരമാവധി പരിശ്രമം നടത്തും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്തു പോകുന്നുണ്ട്. ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബി, കേരളം ഒന്നാകെ ഞെട്ടിയ സംഭവമാണ്. അതിൻ്റെ പേരിൽ ധാർമ്മിക രോഷവും ദേഷ്യവും പ്രകടിപ്പിക്കാത്തവരായി കേരളത്തിൽ ആരും ഉണ്ടാകുമെന്ന് വരും. കാരണം അത്രത്തോളം അത് കണ്ടിരിക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളായിരുന്നു. അന്വേഷണം വഴി എങ്ങനെയാണ് ഈ പിറന്നാളിന് ചെലവ് കൊടുക്കാത്തതിൻ്റെ പേരിലാണോ അമ്മാതിരി നരഹത്യ ആ വിദ്യാർത്ഥിയുടെ മേൽക്ക് സീനിയർ വിദ്യാർത്ഥികൾ? അതിലെ കോമഡി അവരുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമാണ് അക്കൂട്ടത്തിൽ. ടോബി, ഹാഷ്മി, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്ന ഒരു സംഭവം, അതായത് 3 മാസം നവംബർ മാസത്തിൽ തുടങ്ങിയ സംഭവമാണ്. അന്നൊക്കെ സാധാരണ രീതിയിലുള്ള ഒരു റാഗിംഗ് പോലെയായിരുന്നു. എന്നാൽ അതിനുശേഷം അതിൻ്റെ ഒരു രീതി മാറുകയാണ്. അത് ഈ പണം ആവശ്യപ്പെടുന്നതിനോടുകയാണ് ആ രീതി മാറുന്നത്. അതായത് മദ്യപിക്കുന്നതിന് വേണ്ടി 800 രൂപ വീതം ആഴ്ചയിൽ ഇവർ വാങ്ങുകയായിരുന്നു. അത് നൽകാൻ പണം ആവശ്യപ്പെടുന്നത് പറ്റത്തില്ല, അത് നൽകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഈ സീനിയർ വിദ്യാർത്ഥികളുടെ വിധം മാറുന്നത്. തുടർന്ന് കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി പണം മേടിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷമാണ് ഈ ഡിസംബർ 13 എന്ന് പറയുന്ന ആ ദിവസം വരുന്നത്. ആ ദിവസമാണ് നിർണായകമായിട്ടുള്ള ഈ ക്രൂരകൃത്യം നടക്കുന്നത്. അതിനും ഈ പണം തന്നെയാണ്, ഒരു പണം ആവശ്യപ്പെട്ടത് തന്നെയാണ് അത് ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അന്ന് ഈ വിദ്യാർത്ഥിയുടെ പിറന്നാളായിരുന്നു. ആ പിറന്നാളിൻ്റെ ആഘോഷമായി ചിലവ് ചെയ്യണമെന്ന് ഈ സീനിയേഴ്സ് ആവശ്യപ്പെടുന്നു. അതിന് പണമില്ലെന്ന് പറഞ്ഞപ്പോൾ, അതേ തുടർന്നാണ് പണം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രൂര പീഡനങ്ങൾക്ക് ആ വിദ്യാർത്ഥിക്ക് ഇരയാകേണ്ടി വന്നത് എന്നുള്ള വിവരം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നത്. അതിനുശേഷവും പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഇരകളായിട്ടുള്ള ഒരു 6 വിദ്യാർത്ഥികളുണ്ട്. അവർക്കെല്ലാം റാഗിങ്ങിൻ്റെ ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. ഈ ക്രൂരപീഡനമേറ്റത് ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണെന്ന് പറയുമ്പോഴും മറ്റു വിദ്യാർത്ഥികൾക്കും ചില റാഗിങ്ങിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. ഈ 6 വിദ്യാർത്ഥികളുടെയും മൊഴി വിശദമായിട്ട് പോലീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ പ്രതികൾ ആരെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ഈ 5 പേർ മാത്രമാണ് പ്രതികളെന്നാണ് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹോസ്റ്റലിൽ എങ്ങനെ ഈ സംഭവം നടന്നു, ആ സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് ഇതാരും അറിഞ്ഞില്ല എന്ന കാര്യത്തെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ക്രിമിനൽ സംഘത്തിൽ ഉൾപ്പെട്ടതെന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം നമ്മുടെ ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് ഒരു അധപ്പതനം ഉണ്ടായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ വിദ്യാർത്ഥികളെന്ന് പോലും പറയാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ്. ഒരുപക്ഷെ വെള്ള വസ്ത്രമിട്ട് ആതുര സേവന രംഗത്തേക്ക് ഇറങ്ങേണ്ട വിദ്യാർത്ഥികളാണ് ഗുണ്ടകളെ പോലെ ഈ കോളേജിൽ പെരുമാറിയത്. അതുകൊണ്ട് തന്നെ ആ ഗൗരവത്തോടു കൂടിയാണ് എല്ലാവരും, അന്വേഷണം നടത്തുന്ന പോലീസും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാം ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. ഇന്ന് വിദ്യാർത്ഥി സംഘടനകൾ SFIയും KSUവും എല്ലാം തന്നെ ഈ കോളേജിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വലിയ പോലീസ് സന്നാഹവും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ടോബി ജോൺസണാണ്. പണം നൽകാത്തതിൽ ക്രൂരമായി പീഡിപ്പിച്ചു. ക്രൂരമായ പീഡനം എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരുപക്ഷെ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന കുട്ടിയുടെ ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രം ജീവിച്ചു എന്നുകൊണ്ട് മനസ്സിലാക്കണം. അത്രത്തോളം അതിക്രൂരമായ പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ നമുക്കിതിൽ കൂടി അതിനെ ആ രീതിയിൽ തന്നെ കാണിക്കാൻ കഴിയില്ലെങ്കിൽ കൂടിയും പ്രേക്ഷകർ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവണം. അത് കാണാത്തവർ കാണാതിരിക്കുക. കാര്യം അത്രത്തോളം അങ്ങേയറ്റം ഡിസ്റ്റർബിങ്, അങ്ങേയറ്റം ക്രൂരമായ, നമ്മൾ ഈ പറയുന്ന പണ്ട് കിംഗിടുക്ക് എന്ന് പറയുന്ന സിനിമകളിലൊക്കെ കാണുന്നതിനേക്കാൾ ഭീകരമായ വയലൻസ് ഉള്ള കുറേയധികം ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ. എന്തായാലും ആ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടെ. അതിലേറ്റവും വലിയ നിരാശ, ഏറ്റവും വലിയ സങ്കടം ഈ ഗവൺമെൻറ് കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ആ ഒരൊറ്റ സംഘടനയുള്ളൂ. അത് ഈ പറയുന്ന ഗവൺമെൻറ് കോളേജ് നഴ്സിംഗ് സ്റ്റുഡൻറ് അസോസിയേഷൻ എന്ന് പറയുന്ന GSNA എന്ന് പറയുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നവനാണ് ഈ പറയുന്ന രാഹുൽ രാജ്. അയാളാണ് 2ാം പ്രതി. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം.